സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണൽമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ VR വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 33,93,884 വോട്ടർമാരാണ് ജില്ലയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത്. കന്നി വോട്ടർമാരായി 82,286 പേരും വോട്ട് രേഖപ്പെടുത്തും. മലപ്പുറം, പൊന്നാനി, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത്. ആകെ നമ്മൾ 80 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള 80 പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷിക്കാർ മാത്രം മാനേജ് ചെയ്യുന്ന 2 പോളിംഗ് സ്റ്റേഷനുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും, ഓരോ ലോക്സഭാ മണ്ഡലത്തിലും, പൊന്നാനി, മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോന്ന് വീതം ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത്. സാധാരണ ഭിന്നശേഷിക്കാർ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ്. അതിലൂടെ ഒരു സമൂഹത്തിന് ഇൻക്ലൂസീവായ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ എടുത്ത് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ 13,430 ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ 288 സെക്ടറൽ ഓഫീസർമാരുണ്ടാകും. സെക്ടറൽ ഓഫീസർമാരാണ് ബൂത്ത് ക്രമീകരണങ്ങൾ, ഏതെങ്കിലും സാഹചര്യത്തിൽ മെഷീൻ വർക്ക് ചെയ്യാതെ വരുന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക, ബൂത്തുകളിൽ അത്യാവശ്യ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ഉത്തരവാദിത്വം സെക്ടറൽ ഓഫീസർമാർക്കാണ്. സെക്ടറൽ ഓഫീസർമാരുടെ കൈവശം അഡീഷണലായിട്ട് പോളിംഗ് EVMകളുണ്ടാവും. ഈ EVMകളുടെ നമ്പറുകളും സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏത് EVMകളിലാണ് അഡീഷണൽ മെഷീനുകൾ, ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്, GPS ഫിറ്റ് ചെയ്ത വണ്ടികളിലാണ് EVM കൈകാര്യം ചെയ്യുന്നത്. റിസർവ് ഉൾപ്പെടെ 3,324 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ 16,96,709 പേർ പുരുഷന്മാരും 16,97,132 പേർ സ്ത്രീകളും 43 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. ഏപ്രിൽ 26-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലായി 8 സ്ഥാനാർത്ഥികൾ വീതമാണ് മത്സര രംഗത്തുള്ളത്. 23 ഓക്സിലറി ബൂത്തുകളടക്കം ജില്ലയിലാകെ 2,798 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ 13,430 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിലെ ബൂത്തുകളിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. താഴെത്തട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി പൂർത്തീകരിക്കുന്നതിനായി 288 സെക്ടർ ഓഫീസർമാരെയും പ്രശ്നബാധിത ബൂത്തുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനായി 62 മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. മലപ്പുറം മണ്ഡലത്തിലെ മലപ്പുറം ഗവൺമെന്റ് കോളേജും, പൊന്നാനി മണ്ഡലത്തിൽ തിരൂർ SSM പോളിടെക്നിക് കോളേജും, വയനാട് മണ്ഡലത്തിൽ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയമസഭാ മണ്ഡലങ്ങൾക്ക് ചുങ്കത്തറ മാർത്തോമ കോളേജുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ.